നമുക്കിനി ഈ അദ്ധ്യായത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്ന് പോവാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ 2 മക്കളാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് യാക്കൂബ് അലൈഹിസ്സലാം വരുന്നത്. അദ്ദേഹത്തിന് 4 ഭാര്യമാരിലായിട്ട് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും വിവരണം അനുസരിച്ച് 4 ഭാര്യമാരിലായിട്ട് 12 മക്കളുണ്ടായിരുന്നു. അതിൽ 10 മക്കളും 3 ഭാര്യമാരിലായിട്ടുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമും ബെന്യാമിനും യാക്കൂബ് നബിയുടെ ഒരു ഭാര്യയിൽ വന്നിട്ടുള്ള മക്കളാണ്. ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും ഇന്ന് അൽ അഖീൽ എന്നറിയപ്പെടുന്ന ഹിബ്രോൻ എന്ന സ്ഥലത്താണ് കൂടുതൽ സമയം താമസിച്ചിരുന്നത്. അതുപോലെ യാക്കൂബ് നബിക്ക് ഇന്നത്തെ നാബുലസ് എന്ന് പറയുന്ന സ്ഥലം, ഷൈഖേം എന്നറിയപ്പെട്ടിരുന്ന നാബുലസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി ഉണ്ടായതായിട്ട് അറിയപ്പെടുന്നു. ബൈബിളിലുള്ള പല പണ്ഡിതന്മാരുടെയും സൂക്ഷ്മ വിചിന്തനം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ BC 1890 സമയത്താണ് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്നം കാണുന്നതും കിണറ്റിലെറിയപ്പെടുന്നതും. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് 17 വയസ്സുണ്ടായിരുന്നു എന്നുള്ള ഒരു അനുമാനത്തിലാണ് എത്തുന്നത്. അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം എറിയപ്പെട്ടിരുന്ന കിണർ അത് ഇന്നത്തെ ദൂഥാൻ എന്നറിയപ്പെടുന്ന ഷൈക്കേമിൻ്റെ വടക്ക് ഭാഗത്തുള്ള ദൂത എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നതെന്നും കിഴക്കൻ ജോർദാൻ അഥവാ ഗിലെയാദി എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്ന് മിസ്രൈമിലേക്ക് കച്ചവടയാത്ര ചെയ്ത സംഘമാണ് കിണറ്റിൽ നിന്നും അദ്ദേഹത്തെ കണ്ടെത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അന്നത്തെ സമയത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന ഹിക്സോസ് കിങ്സ് അഥവാ ഇടയ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. അതായത് ഖിബ്തികൾക്ക് മുമ്പ് രാജഭരണം കൈയടക്കിയിരുന്നത് ഹിക്സോസ് രാജാക്കന്മാരായിരുന്നു. അദ്ദേഹം BC 2000 ആണ്ടിനോടടുത്ത് ഫലസ്തീനിൽ നിന്നും സിറിയയിൽ നിന്നും വന്ന് ഈജിപ്ത് കീഴടക്കിയ അറബി വംശജരാണെന്ന് പറയപ്പെടുന്നു. ഖുറാൻ വ്യാഖ്യാതാക്കളും അറബി ചരിത്രകാരന്മാരും അവരെ അമാലിക് രാജാക്കന്മാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇടയ രാജാക്കന്മാരെ അമാലിക് രാജാക്കന്മാരെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഖിബ്തികൾക്ക് മുമ്പ് ഈജിപ്തിൽ രാജഭരണം നടത്തിയിരുന്നവർ ഇവരായിരുന്നു. അതായത് വിദേശികളിലെ ആക്രമണകാരികളുടെ അതേ ഒരു സ്വഭാവം തന്നെയായിരുന്നു അവർക്ക് ഈജിപ്ത് ഭരിച്ചപ്പോഴുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് മുഴുവനും കൈയടക്കാൻ അവർക്ക് വളരെ വേഗം സാധിച്ചു. കുറേ ആഭ്യന്തര കലഹങ്ങൾ കാരണമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഭരണം കൈയടക്കാൻ അവർക്ക് സാധിക്കുകയുണ്ടായി. പക്ഷേ അവരുടെ പല സ്ഥാനമാനങ്ങളും അവർ കൊടുത്തിരുന്നത് ബനു ഇസ്രായേലിയർക്കായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് 15-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ അമാലിക് രാജാക്കന്മാരുടെ ഭരണകാലത്തും അധികാരം കൂടുതലും ബനു ഇസ്രായേലിയരായിരുന്നു. ഈ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ മാഇദയിൽ 20-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്, അവൻ നിങ്ങളിൽ നിന്നും പ്രവാചകന്മാരെ നിയമിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും ചെയ്ത സന്ദർഭം. അത് ഈ ഒരു അമാലിക് രാജ്യ ഭരണത്തിനിടയിൽ ബനു ഇസ്രായേലിയർക്ക് അധികാരം ലഭിച്ചതിനെ തുടർന്ന് പറയുന്നതാണ് അത്. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശക്തിമത്തായ ദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുകയും കിംതി വംശജർ ഈ അമാലിക് രാജാക്കന്മാരെ അതിജയിക്കുകയും ചെയ്ത സന്ദർഭമാണ് ഉണ്ടാകുന്നത്. പിന്നീട് ബനു ഇസ്രായേലിയർക്കെതിരെ ധാരാളം ആക്രമണങ്ങൾ ഉണ്ടായി. അത് തുടർന്നാണ് മൂസ നബി അലൈഹി സ്വലാമിൻ്റെ കഥയിൽ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. ഈജിപ്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ഫറോവ എന്ന് വിളിച്ചിട്ടില്ല. അതായത് ഈ ഒരു രാജഭരണം ചെയ്ത അമാലിക് രാജാക്കന്മാരെ ഫറോവകൾ എന്ന് വിളിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈജിപ്തിലെ ഈജിപ്ഷ്യൻ ദേവതകളെ ആരാധിക്കുക എന്ന ആ ഒരു സമ്പ്രദായത്തോട് യോജിച്ചിരുന്നില്ല. അവർ സിറിയയിൽ നിന്നും സ്വന്തം ദേവതകളെ പ്രതിഷ്ഠിച്ച് ആ ഒരു മതം പ്രചരിപ്പിക്കാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് ഫറോവകൾ എന്നുള്ള അതൊരു മതപരമായൊരു നാമമായിരുന്നു. അത് ഇവർക്ക് കൊടുത്തില്ല. അവരെ ചരിത്രകാരന്മാർ കൂടുതലും വിളിച്ചത് അപ്പോഫിസ്. ഗവേഷകർക്കിടയിൽ അപ്പോഫിസ് എന്നാണ് ഈ ഇടയ രാജാക്കന്മാർ അമാലിക്കാർ അറിയപ്പെടുന്നത്. തുടർന്ന് ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ അന്ന് ഈജിപ്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന മൻഫിസ് അഥവാ മൻഫ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് കെയ്റോവിൽ നിന്ന് 14 മൈൽ അകലെയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ ആ ഒരു കിണറ്റിലെറിയപ്പെടുന്ന സന്ദർഭം അദ്ദേഹത്തിന് 17-18 വയസ്സുള്ള സമയത്താണ്. തുടർന്ന് 2-3 വർഷം അദ്ദേഹം പ്രഭുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. തുടർന്ന് 8-9 വർഷം അദ്ദേഹം ജയിൽവാസം വരിക്കുന്നു. 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഭരണാധികാരിയാകുന്നു. 80 വർഷത്തോളം അദ്ദേഹം ഈജിപ്ത് ഭരിക്കുന്നു.
അദ്ദേഹത്തിന് അധികാരം ലഭിച്ചിട്ട് 9-10 വർഷം കഴിഞ്ഞിട്ടാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും എന്ന ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വിളിക്കുന്നത്. അവരെ അദ്ദേഹം താമസിപ്പിച്ച സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കെയ്റോ, ദിംയാത്തി എന്ന് പറയുന്ന 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു സ്ഥലത്താണ്. അത് ജൂഷൻ എന്നും ഗോഷൻ എന്നും ഒക്കെ ബൈബിളിൽ വിളിക്കപ്പെടുന്നുണ്ട്. ആ ഒരു സ്ഥലത്താണ് അവിടെ താമസിപ്പിച്ചതെന്നും മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം വരെ അവർ താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബൈബിളിൽ കൊടുത്തിട്ടുള്ള വിവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം 110 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോവുകയാണെങ്കിൽ തൻ്റെ അസ്ഥികൾ കൂടി കൊണ്ടുപോകണം എന്നൊക്കെ വസീയത്ത് ചെയ്തിരുന്നതായിട്ട് പറയുന്നു. ഖുർആൻ്റെ വിവരണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രസ്താവന ഒട്ടും തന്നെ യോജിക്കുന്നില്ല.